ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. പ്രവചനം അസാധ്യം. കോൺഗ്രസിനായി ശശി തരൂർ, CPIയുടെ പന്ന്യൻ രവീന്ദ്രൻ, കേന്ദ്ര സഹമന്ത്രിയായ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. ഷഫീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, അല്പം മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞത് ഓരോ നിമിഷവും പന്ന്യനുള്ള സ്വീകാര്യത അവിടെ കൂടുന്നു എന്നാണ്. എന്താണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം? വേണു, പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് തിരുവനന്തപുരം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുകൾ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഒന്നാമതെത്തുന്നത് ആര് എന്നതിനേക്കാൾ പ്രധാനം, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് രണ്ടാമതെത്തുന്നത് ആര് എന്നുള്ളത്. ശക്തമായ ത്രികോണ മത്സരം എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ തർക്കവും ഇല്ല എന്നുള്ളതും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യേകതയാണ്. അങ്ങനെയാകുമ്പോൾ സൂപ്പർ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി ജനസാഗരമാകാൻ പോകുന്ന പേരൂർക്കട ജംഗ്ഷനിലാണ്. ഈ പേരൂർക്കട ജംഗ്ഷനിലായിരിക്കും കൊട്ടിക്കലാശം. അതായത് ഒരു മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആത്മവിശ്വാസവുമായി പാർട്ടി പ്രവർത്തകർ കൊട്ടിക്കലാശത്തിനെത്തുന്ന പേരൂർക്കട 3 മണിയോടുകൂടി ഇവിടെ അക്ഷരാർത്ഥത്തിൽ പാർട്ടി പ്രവർത്തകരുടെ കടലായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനോടകം തന്നെ പാർട്ടി പ്രവർത്തകർ പേരൂർക്കടയിലേക്ക് എത്തി വൈകുന്നേരത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രധാനമായും കൊട്ടിക്കലാശം നടക്കുന്നത് പേരൂർക്കട, കഴക്കൂട്ടം, ശ്രീകാര്യം, വിഴിഞ്ഞം, നെയ്യാറ്റിൻകര അടക്കമുള്ള സ്ഥലങ്ങളിലാണ്. ഇനി രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ വേണു, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 3 മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തുടരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹാട്രിക് വിജയം, 2 തവണയും 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം. ഇതാണ് UDFന്റെയും ശശി തരൂരിന്റെയും ആത്മവിശ്വാസം. മാത്രവുമല്ല, വികസനത്തിന്റെ കാര്യത്തിൽ എത്രയൊക്കെ ആക്ഷേപങ്ങൾ കേട്ടാലും താനൊന്നും നിരത്തി വെച്ചിട്ടില്ല, ഫ്ലക്സ് അടിച്ചു വെച്ചിട്ടില്ല. പക്ഷേ മണ്ഡലത്തിൽ സാധ്യമാകുന്ന വികസനം മുഴുവൻ യാഥാർത്ഥ്യമാക്കി എന്ന ശശി തരൂർ പറയുമ്പോൾ കഴിഞ്ഞ 2 തവണയും രണ്ടാമതെത്തിയ BJP ഇക്കുറി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയത് തന്നെ തരൂരിനെ വെല്ലുവിളിക്കാനാണ്. BJP അധികാരത്തിലെത്തുമെന്നും ജയിച്ചാൽ താൻ കേന്ദ്രമന്ത്രിയാകുമെന്ന പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചാരണം മുറുകുന്നത്. കൂടാതെ വിദ്യാഭ്യാസ മേഖല, തൊഴിലവസരം, IT മേഖല, ഇവിടങ്ങളിലൊക്കെ സമഗ്ര വികസനം, അതല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് വികസനം ഉറപ്പാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ വാക്ക് നൽകുന്നുണ്ട്. പ്രമാണിമാർക്കിടയിലെ സാധാരണക്കാരൻ ഈ ക്യാമ്പയിനാണ് പന്ന്യൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഉയർത്തിക്കൊണ്ടിരുന്നത്. തൊഴിലാളികളുടെയും അതേപോലെ തന്നെ സാധാരണക്കാരുടെയും വോട്ട് ഉറപ്പാക്കാം, തീരദേശ മേഖല, അതേപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ, ഇതും തങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ളൊരു പ്രതീക്ഷ LDFനെ സംബന്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണയും LDFന്റെ ഭൂരിപക്ഷം നമ്മൾ കണ്ടതാണ്. അത് 3ാം സ്ഥാനത്തേക്കൊക്കെ പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. പക്ഷേ ഇത്തവണ അനുകൂല സാഹചര്യം, പ്രത്യേകിച്ച് CA അടക്കമുള്ള വിഷയങ്ങൾ, കേരള സ്റ്റോറി അടക്കമുള്ള വിഷയങ്ങൾ, അത് തീരദേശത്തെ കോസ്റ്റൽ വോട്ടുകളെ കാര്യമായി സ്വാധീനിക്കും എന്നുള്ളൊരു വിലയിരുത്തൽ ഇടത് ക്യാമ്പിനെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, നഗര വോട്ടർമാർക്കിടയിൽ കാര്യമായി ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നില്ലെങ്കിൽ പോലും റൂറൽ മേഖലയിൽ, പ്രത്യേകിച്ച് കാട്ടാക്കടയ്ക്കപ്പുറമുള്ള റൂറൽ മേഖലയിൽ, അമ്പൂരി അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ പ്രതീക്ഷ ഇടത് ക്യാമ്പിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇനി ഈ മണ്ഡലത്തിൽ സജീവമായിട്ടുള്ള വിഷയം നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായത് പന്ന്യൻ രവീന്ദ്രനായിരുന്നു. പിന്നാലെ ശശി തരൂർ വന്നപ്പോൾ എവിടെയായിരുന്നു MP എന്നുള്ള ക്യാമ്പയിൻ ഇടതുമുന്നണി ഉയർത്തി. വൈകിയാണ് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എത്തിയതെങ്കിൽ കൂടി അദ്ദേഹം ചുരുങ്ങിയ ദിവസം കൊണ്ട് മണ്ഡലത്തിൽ പരിചിതനായി മാറി. ശേഷം നടന്നതത്രയും കേസുകൾ, ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടു. പൊഴിയൂരിൽ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നുള്ളതായിരുന്നു LDFും UDFും ഒരേപോലെ ആരോപിച്ച് മുന്നോട്ട് ഉയർത്തിയ ആദ്യ പരാതി. ആ പരാതി പിന്നീട് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് ശശി തരൂരിനെതിരെ രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത ഒരു പരാതിയിലാണ്. അത് കേസടക്കമുള്ള കാര്യങ്ങളായി മാറിയിട്ടുണ്ട്. വോട്ടിന് പണം എന്നുള്ള ആരോപണവും അത്തരത്തിൽ ചർച്ചയായി എത്തി നിൽക്കുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നടന്നു. പ്രചരണ വിഷയങ്ങൾ പലത് കണ്ടു. സംസ്ഥാന വിഷയങ്ങളും ദേശീയ വിഷയങ്ങളും തിരുവനന്തപുരം മണ്ഡലത്തിൽ ചർച്ചയായി. 3 മുന്നണികളും ഒരേപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് തിരുവനന്തപുരത്ത് കൊട്ടിക്കലാശത്തിന് ഒരുങ്ങുകയാണ്. വേണു, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്.